ഇത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ഇപ്പൊ ബി ഫാസ്റ്റ് എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസിലുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം. അതായത് പെട്ടെന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിലോട്ട് നമ്മൾ വേച്ചു പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തലകറക്കം വരിക, അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുക. ഇതൊക്കെയാണ് നമ്മൾ ഈ ബാലൻസ് കൊണ്ട് പറയുന്നത്. രണ്ടാമത്തെയാണ് നമ്മൾ ഇ എന്ന് പറയുന്നതാണ് ഐസ്, അല്ലെങ്കിൽ നമ്മുടെ വിഷനിലുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം. അതായത് പെട്ടെന്ന് ഒരു ബ്ലറിങ് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കാഴ്ചശക്തി പോവുക. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ ഒരു സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാവാം. പിന്നെ ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു പേഷ്യന്റിനോട് നമ്മൾ ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലോട്ട് നമ്മളത് കോടി പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ വായ കോടി പോവുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു സ്ട്രോക്കിന്റെ ലക്ഷണമാവാം. പക്ഷെ ഇതെല്ലാം സ്ട്രോക്കിന്റെ ലക്ഷണമാവാന്നേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് തന്നെയാണ് സ്ട്രോക്ക് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം വേറെ പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവും. പിന്നീടുള്ളതാണ് നമ്മുടെ ആംസ് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ രണ്ട് കൈയും നമ്മൾ ആകാശത്തോട്ട് പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ ഒരു കൈ താഴെ വീണ് പോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് കൈയും താഴെ വീണ് പോവുക. അതിന് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് ഒക്കെ നമുക്ക് ആക്ച്വലി വീണ് പോകാതെ പൊക്കി പിടിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് കോൾഡ് ആം വീക്ക്നെസ് എന്ന് പറയുന്നത്. പിന്നീടാണ് നമ്മൾ സ്പീച്ച് ഡിഫിക്കൽട്ടി. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ പലരും എനിക്ക് എമർജൻസിയിൽ വരുന്ന പേഷ്യൻസിന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് വേറെ ലക്ഷണങ്ങളൊന്നും കാണത്തില്ല. അവർക്ക് ആകെ ഉള്ള ലക്ഷണങ്ങൾ സംസാരിക്കുമ്പോൾ അച്ഛൻ ആക്ച്വലി ഇതുപോലെയല്ല മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത്, എന്തോ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തോന്നുന്നു, പക്ഷെ അച്ഛൻ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അത് ക്ലിയർ അല്ല, അല്ലെങ്കിൽ ഒരു സ്ലറിംഗ് ഓഫ് സ്പീച്ച് എന്നൊക്കെ പറയുന്ന പോലെ. പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്, ഏതാ പരസ്പര ബന്ധമില്ലാതെ അതും ചിലപ്പോൾ സംഭവിക്കാം. പരസ്പര ബന്ധമില്ലാത്ത രീതിയിലും സംസാരിക്കാം, അല്ലെങ്കിൽ സംസാരിക്കുന്നത് നമുക്ക് ക്ലിയർ ആകാതെ തോന്നുക, അല്ലെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു അച്ഛൻ മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാരണവും ചിലപ്പോൾ പേഷ്യൻസ് ആക്ച്വലി വരാം. അപ്പൊ ഇത്രയും ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് പെട്ടെന്നുള്ള ഒരു അഡ്വാൻസ് സ്ട്രോക്ക് സെന്റർ ഉള്ള ഒരു ഫെസിലിറ്റിയിലോട്ട് പോകുക എന്നുള്ളത് തന്നെ. അതിനാണ് നമ്മൾ പറയുന്നത് ടൈം ടു കോൾ. ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ സുസജ്ജമായ ആംബുലൻസ് സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പൊ നമ്മൾ ആ നമ്പറിലോട്ടോ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പേഷ്യൻസിനെ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താന്ന് വെച്ചാൽ എത്രയും ഫാസ്റ്റ് ആയിട്ട് ഈ പേഷ്യന്റ് എങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആംബുലൻസിൽ നിന്ന് തന്നെ ഈ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്ത് ഓക്കെ ഇത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. പിന്നെ ചില കേസുകളെങ്കിലും നമുക്ക് ചിലപ്പോൾ സ്ട്രോക്കിൻ്റെതായ പോലത്തെ കുറച്ച് മിമിക്കേഴ്സ് വരും. അതായത് ഇപ്പൊ ഷുഗർ കുറഞ്ഞു പോവുക, പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോയി കഴിഞ്ഞാലും ചിലപ്പോൾ പേഷ്യൻസിനോട് സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഹൈപ്പോഗ്ലൈസീമിയ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഇലക്ട്രൈറ്റ്സിന്റെ എന്തെങ്കിലും ഒരു ചെറിയ വേരിയേഷൻസ് വരിക. അപ്പൊ ഇതെല്ലാം നമ്മളും ആദ്യമേ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് പേഷ്യന്റ് വന്ന ഉടനെ ഞങ്ങളും ഷുഗർ ചെക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങളും ഹൈപ്പോഗ്ലൈസീമിയ അല്ല എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. പിന്നീടുള്ള അതായത് നമ്മൾ ഈ കാണുന്ന ലക്ഷണങ്ങൾ ഇത് സ്ട്രോക്കിന്റെ തന്നെയാണെന്ന് ഉറപ്പുവരുത്താനുള്ള ടെസ്റ്റുകൾ നമ്മൾ അവിടെ ചെയ്യും. ഒരു മിനിമൽ ടെസ്റ്റുകൾ എന്തായാലും നമ്മൾ ആദ്യമേ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് സ്ട്രോക്ക് ആണ്, ഇത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ് എന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ സ്ട്രോക്ക് കോഡ് എന്ന് പറഞ്ഞൊരു കോഡ് അനൗൺസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ അത്യാവശ്യ വിഭാഗത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ